ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ സൈനിക വക്താക്കൾ ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. പക്ഷേ നിരവധി ചോദ്യങ്ങൾ ഇത് സംബന്ധിച്ച് ജനങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നമ്മുടെ വ്യോമസേനയിലെ എയർ മാർഷൽ ശ്രീ നർമ്മദേശ്വർ തിവാരി, അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വ്യോമസേനയുടെ ഔദ്യോഗിക ഭാഷ്യം ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? താങ്കൾ പറഞ്ഞ മാതിരി ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ട് മിലിറ്ററി ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അത് വളരെ ലോവർ ലെവലിലുള്ള ഓഫീസേഴ്സാണ്, വിംഗ് കമാൻഡേഴ്സ്, അവർ വക്താക്കൾ മാത്രമാണ്. അത് കഴിഞ്ഞ് ചീഫുകളുടെയൊക്കെ ചില സംസാരങ്ങളൊക്കെ വന്നു അവിടെ ഇവിടെ ആയിട്ട്. അതൊക്കെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ചില പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവർ നടത്തിയ ചില സന്ദർഭവശാൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. അപ്പൊ ഇതിന് ഔദ്യോഗിക ഭാഷ്യം എന്നുള്ള ഒരു ഇടയ്ക്ക് നമ്മുടെ അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീമാൻ അജിത് ഡോവലും ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ഇപ്പോൾ ഇംഗ്ലീഷ്, പക്ഷെ ഒരു പരിപൂർണമായ സമഗ്രമായ ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. അതെ, ഇദ്ദേഹത്തിന്റെ ഈ സംസാരത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറയും. അത് യുദ്ധരംഗത്ത് നിന്നുള്ള യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ടിങ്ങിനെയാണ് നമ്മൾ ഫ്രം ദ ഹോഴ്സ് മൗത്ത് എന്ന് പറയുന്നത്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കുതിര എന്താണോ കണ്ടത് അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ശ്രീ നർമ്മദേശ്വർ തിവാരി എന്ന് പറയുന്ന എയർ മാർഷൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള രണ്ടാമത്തെ ഓഫീസറാണ്. എയർ ചീഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്തും റാങ്കിലും പൊസിഷനിലും ഉള്ള ആളാണ്. ഇൻ കേസ് വൈസ് ചീഫ് കഴിഞ്ഞ് എയർ ചീഫ് മാർഷൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആ റാങ്കിലേക്ക് വരേണ്ട ആളും കൂടെയാണ്. സാധാരണഗതിയിൽ വരും. മറ്റു രണ്ടാമൻ എന്ന് പറയാം, രണ്ടാമൻ തന്നെയാണ്. അപ്പം ചീഫ് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു ടേണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം മെയ് 1 പുള്ളിക്കാരൻ ഈ എയർ മാർഷലായിട്ട് ചാർജ് എടുക്കുന്നത്, വൈസ് ചീഫായിട്ട് ചാർജ് എടുക്കുന്നത്. അപ്പം താങ്കൾക്കറിയാലോ 7-ാം തീയതിയാണ് യുദ്ധം നടക്കുന്നത്. അപ്പം യുദ്ധത്തിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതിൻ്റെ കൂടെ നമ്മുടെ യുദ്ധം എന്ന് പറയാൻ പറ്റുന്നത് ഈ കോൺഫ്ലിക്റ്റിന്റെ ചീഫ് എന്നുള്ള രീതിയിലും എയർഫോഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഏറ്റവും വിദഗ്ധൻ എന്നുള്ള രീതിയിലും അത് കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതാണ് ഞാൻ ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളും അതാണ് പറഞ്ഞത് ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പഹൽഗാം കഴിഞ്ഞ ഉടനെ തന്നെ 3 ചീഫുകളും അവരുടെ കേന്ദ്രങ്ങളിൽ കൂടിക്കാഴ്ച നടത്തി, മീറ്റിംഗ് നടത്തി. അവർ സാഹചര്യം വിലയിരുത്തി. കാര്യം വെറും ഒരു ആഭ്യന്തര അറ്റാക്ക് മാത്രമല്ല, അതിലെ ഒരു ഡിഫൻസ് കാര്യം മണക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്കെല്ലാം അപ്പോഴേ മനസ്സിലായി. ഇപ്പൊ 22 കഴിഞ്ഞ് 24-ാം തീയതി ആയപ്പോഴത്തേക്ക് അവര് മിനിസ്റ്റർക്ക് ഇതിന്റെ ഒരു രൂപരേഖ നൽകി, കൃത്യമായൊരു ചിത്രം കൊടുത്തു, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡിസ്കഷനായി. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് നരേന്ദ്രമോദിജി വിഴിഞ്ഞത്ത് തുറമുഖം ഉദ്ഘാടനത്തിന് വരുന്നു. അപ്പോൾ അറിയാവുന്നവരൊക്കെ പറഞ്ഞത് ഇങ്ങനൊരു സമയത്ത് എന്തായാലും PM ഡൽഹിയൊന്നും വിട്ട് വരത്തില്ല എന്നൊക്കെയാണ് പലരും കണക്കൂട്ടിയിരുന്നത്. പക്ഷേ ഈ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ആസ് യൂഷ്വൽ ഒരു റൊട്ടീൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ദൈനംദിന കാര്യങ്ങളെല്ലാം, ഔദ്യോഗിക കാര്യങ്ങളെല്ലാം, അത് ഏതെങ്കിലും അതിനെ ഒരു വിഘാതം വന്നിരുന്നെങ്കിൽ യുദ്ധം അവർക്ക് മണക്കുമായിരുന്നു. അപ്പൊ ഇതില് ഒരു ടൈമിങ് ഒരു ഭയങ്കര പ്രധാനമാണ്. നമ്മുടെ ടൈമിങ് വളരെ സീക്രസി ആയിട്ട് വെക്കുക എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർ ഏകദേശം കാര്യങ്ങൾ തീരുമാനിച്ചു. മിനിസ്ട്രി ലെവലിൽ പല കൂടിക്കാഴ്ചകളും നടത്തി. അപ്പോൾ മുൻപൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ലെവലിൽ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിട്ട് സൈന്യത്തെ അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഓപ്പറേഷൻ ഇവരുടെ പഹൽഗാമിന്റെ അറ്റാക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നരേന്ദ്രമോദി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തി. ഞങ്ങൾ സൈന്യങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ 3 സേനകൾ സ്വാതന്ത്ര്യം നൽകി. 3 സേനകൾ അവരെ അങ്ങ് അഴിച്ചു വിടാറില്ല. അവരെപ്പോഴും ചെയിൻഡ് ആണ്. അത് ഈ 3 സർവീസുകളും സാധാരണഗതിയിൽ എപ്പോഴും ചെയിൻഡ് ആണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു പൂർണ്ണ കടിഞ്ഞാൺ എപ്പോഴും ഗവൺമെന്റിന്റെയിലാണ്, ചെയിൻഡ് തന്നെയാണ്. പക്ഷെ ഇത് തുറന്നു വിട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്ക് യുദ്ധം അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലായി അവർ യുദ്ധത്തിൽ കുറഞ്ഞൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വെറുതെ വെറും ഒരു തിരിച്ചടി മാത്രമല്ല, നമ്മളൊരു പൂർണ്ണ യുദ്ധത്തിന് സജ്ജമാണ് എന്നുള്ള കാര്യം. പഹൽഗാമിന്റെ അറ്റാക്കിന്റെ കാര്യത്തിൽ 3 സേന എന്ന് പറയുമ്പോൾ നേവിക്കൊന്നും വലിയ റോളില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ 3 സേനകളെ സജ്ജമാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് എന്തിനും തയ്യാർ, നിങ്ങൾ എന്ത് വേണോ ചെയ്തോളൂ. കാര്യം ഒരു സൈനിക തിരിച്ചടിക്ക് ഞങ്ങൾ ഗ്രീൻ സിഗ്നൽ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വളരെ വിശദമായിട്ടുള്ള ഒരു പരിപാടികളാണ്
ഒരുപാട് ടാർഗറ്റ്, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറേ ടാർഗറ്റുകൾ കൊടുത്തു. പക്ഷെ അവസാനം ചർച്ചകൾക്കൊടുവിൽ അത് വെറും 9 ടാർഗറ്റുകളായിട്ട് മാറി. തിവാരി പറയുന്നത്. അതെ, ഈ 9 ടാർഗറ്റുകളെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഈ മൊത്തം ഓപ്പറേഷന് അദ്ദേഹം അതിനകത്ത് പറയുന്ന ബ്യൂട്ടി എന്ന് പറയുമ്പോൾ, ഈ മൊത്തം ഓപ്പറേഷൻ ഞങ്ങൾ 50-ൽ താഴെ ആയുധങ്ങൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്നാണ്. വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചു. എന്നിട്ട് ഇത്രയും നാശം ഉണ്ടാക്കാൻ പറ്റി. കുറച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊന്ന് ഒരു ബ്രഹ്മോസ് ആകുമ്പോഴത്തേക്ക് അത് ഉണ്ടാക്കാൻ പോകുന്ന എണ്ണത്തിന്റെ കാര്യമാണ് കുറവ്. പക്ഷെ അതിന്റെ കപ്പാസിറ്റിയോ അത് വഹിക്കാൻ കഴിയുന്ന ആയുധത്തിന്റെ സ്ഫോടക വസ്തുക്കളുടെ ശേഷിയൊന്നും നമ്മൾ ഈ കുറച്ച് എന്ന് പറയുന്നതിനകത്ത് വരുന്നില്ല. അപ്പോൾ അവർക്ക് കിട്ടിയൊരു നിർദ്ദേശം, 3 നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒന്ന്, അറ്റാക്ക് ഷാർപ്പായിരിക്കണം, കടുത്ത തിരിച്ചടി കൊടുക്കണം, ദൃശ്യമായിരിക്കണം. കാര്യം ഈ പലരും കണക്കെടുക്കാൻ വരുമെന്നുള്ള കാര്യം അവർക്ക് അന്നേ അറിയാമായിരുന്നു. എത്ര വിമാനം പോയി, എത്ര പേർക്ക് കാലിൽ പരിക്ക് പറ്റി, ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമെന്നും തെളിവ് ചോദിച്ചു. കാര്യം പഴയ 2 ഓപ്പറേഷൻ നമ്മൾ തെളിവ് ചോദിച്ചിരുന്നു. അപ്പൊ ഈ തെളിവെല്ലാം ശേഷിച്ച് ദൃശ്യമായിരിക്കണം എന്ന് പറയുന്നത്, ഇറ്റ് ബി വിസിബിൾ എന്ന് പറയുന്നതിനകത്ത് ആ വിസിബിൾ എന്നുള്ള വാക്കിന് നമുക്ക് കുറേ അർത്ഥങ്ങളിലോട്ട് എടുക്കാം. ഒന്ന്, ഇതെല്ലാം ഫോട്ടോഗ്രാഫി ചെയ്യണം, ഇതെല്ലാം ആൾക്കാർക്ക് ദൃശ്യമാവണം, ഇതെല്ലാം മാധ്യമങ്ങൾക്ക് കൃത്യസമയത്ത് ബ്രീഫ് ചെയ്യണം. ആ വിസിബിൾ എന്നുള്ള വാക്കിന് ഒരു 4-5 അർത്ഥങ്ങൾ നമുക്ക് എടുക്കാം. അപ്പൊ മൂർച്ചയേറിയതായിരിക്കണം, വിസിബിൾ ആയിരിക്കണം. മൂന്നാമത്തത്, തിരിച്ച് ഇനി അവൻ തലപൊക്കരുത്, അവന്റെ ജന്മത്ത് ഇന്ത്യ ആക്രമിക്കണമെന്നുള്ള ഒരു തോന്നല് ഉണ്ടാകരുത്. അതൊരു ഡിറ്ററന്റ് എന്നുള്ള വാക്കാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഇതൊരു ഡിറ്ററന്റ് ആയിരിക്കും. കാര്യം നമ്മുടെ ശക്തിയെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് അവർക്ക് കൊടുത്തിരിക്കണം. അതായത് ഇനി ഒരു തിരിച്ചടി ഉണ്ടാവും. ഈ അടിക്കുമ്പോൾ തലയ്ക്ക് തന്നെ അടിക്കുമ്പോഴത്തേക്ക് പാമ്പിനൊക്കെ അടിക്കുമ്പോൾ പത്തിക്ക് തന്നെ അടിക്കണം, വാലിലടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കടിക്കും. അപ്പോൾ അവർക്ക് ഇത് കാര്യം, ഈ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മറ്റ് എല്ലാ ഭീകരാക്രമണത്തിനേക്കാളും ഇതിനകത്തുണ്ടായ ഒരു സീരിയസ്നെസ്, അവർ കൊന്നവരെല്ലാം പുരുഷന്മാരായിരുന്നു, അതെല്ലാം അമുസ്ലിങ്ങളായിരുന്നു എന്നുള്ള ഒരു ഭീതി രാജ്യത്ത്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു കലാപം സൃഷ്ടിക്കാൻ വെറും കലാപമല്ല. അതായത് ഹിന്ദുക്കളുടെ ഇടയിൽ, അതായത് ഇദ്ദേഹത്തിന് അറിയാം നമ്മൾ കാശ്മീരി പണ്ഡിറ്റുകളെ എങ്ങനെയൊക്കെയാണ്, കാശ്മീരിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നു, അവിടുത്തെ പണ്ഡിറ്റുകളെ എങ്ങനെ ഓടിച്ചു എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതേ രീതിയിൽ ഒരൊറ്റ അമുസ്ലിമും കാശ്മീരിൽ സന്ദർശിക്കാൻ ധൈര്യപ്പെടരുത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ ആക്രമണം അവർ നൽകിയത്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിനേറ്റ ക്ഷതമാണ്. ഈ വെറും 20-25 പേർക്ക് പാരമ്പര്യത്തിനും അഭിമാനത്തിനും നമ്മളെ ഒരു ഹിന്ദു എന്നുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ പേടിപ്പെടുത്തുന്ന ഒരു രീതിയാണ്, ഒരു ടെററൈസിങ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് അറ്റാക്ക് വളരെ ഷാർപ്പായിരിക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. മാത്രമല്ല, ഇനി ഇങ്ങനെ ഒരു സാഹസത്തിന് അവർ മുതിരരുത്. അപ്പം ഈ 3 ചെയ്തിട്ട് വേണം അറ്റാക്ക് ചെയ്യാൻ. ഇപ്പം കൊടുക്കുന്ന ഷാർപ്പ് ആയിരിക്കും. കാര്യം വൈഡായിട്ട് കയറി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. കാര്യം അവരുടെ എയർ ബേസുകളൊന്നും നമ്മൾ, മിലിറ്ററി ഇൻസ്റ്റലേഷനൊന്നും നമ്മൾ തുടരുത് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു കൺസെപ്റ്റ്. കാര്യം നമ്മളൊരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ, ഡിഫൻസ് സർക്കിളിൽ എപ്പോഴും പറയുന്ന ഒരു തമാശയുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും ഒരു പട്ടാളമുണ്ട്, പക്ഷേ പാകിസ്ഥാൻ പട്ടാളത്തിന് സ്വന്തമായിട്ടൊരു രാജ്യമുണ്ടെന്ന് പറയാം. അപ്പോൾ അവിടുത്തെ പട്ടാളമാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രാജ്യം തീരുമാനിക്കുന്നു, പട്ടാളക്കാർ എക്സിക്യൂട്ട് ചെയ്യുന്നു. അവിടെ പട്ടാളം തീരുമാനിക്കുന്നു, രാജ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ അവിടുത്തെ ഗവൺമെന്റിനും പട്ടാളത്തിനും മുകളിലൊരു ലെയറായിട്ടാണ് ഈ തീവ്രവാദികളെ അവർ വളർത്തിക്കൊണ്ട് വന്നത്. കാലാകാലങ്ങളായിട്ട് ഇന്ത്യക്കെതിരെ ഉള്ള ഒരു ഡിറ്ററൻ്റ് ആയിട്ട് അവർ വളർത്തിക്കൊണ്ട് വന്ന തീവ്രവാദികളാണ്. എപ്പോഴും പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യ പോരാളികൾ, അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അതായത് ജമ്മു കാശ്മീരിനെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ, നമ്മൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയും പോലെ അവർ ഇന്ത്യ ഓക്കുപ്പൈഡ് കാശ്മീർ എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇന്ത്യ ഓക്കുപ്പൈഡ് കാശ്മീർ, കാര്യം കാശ്മീർ അവരുടേതാണ്. അതിനകത്തുനിന്ന് ഇന്ത്യ പിടിച്ചു വച്ചിരിക്കുന്ന ഭാഗത്തിനെ ലിബറേറ്റ് ചെയ്യാനുള്ള, നമ്മളെ മഹാത്മാഗാന്ധിയൊക്കെ പോലെയുള്ള ദേശസ്നേഹികളായ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ് അവർക്ക് ഇവർ ചാർത്തി നൽകിയിരിക്കുന്ന ഒരു വിവരം. അപ്പം ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇനി തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ, എന്തായാലും സിന്ദൂർ കഴിഞ്ഞു, ഇതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടു. ഇനി വരാതിരിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഈ സമയത്ത് അവർക്ക് ഇതിനെ അവർ ടാർഗറ്റ് ചെയ്തു, സുവർണക്ഷേത്രത്തിനെ ടാർഗറ്റ് ചെയ്തു. 71 വാറിൽ നമ്മൾ താജ്മഹലിനെ നമ്മൾ കവർ ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള
നമ്മുടെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിച്ച് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു പരിക്കും കൂടെ ഏൽപ്പിക്കാനുള്ള ഒരു പദ്ധതി അവർക്കുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലൈറ്റ് ഇൻഫൻട്രി അവിടെ മദ്രാസ് ഇൻഫൻട്രി എന്നുള്ള ആൾക്കാർ അവിടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇനി അടുത്ത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓപ്പറേഷൻ അടുത്ത് നമ്മൾ മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്ന ഓപ്പറേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഇസ്രായേലിൻ്റെ അയൺ ഡോം മാതിരി നമുക്കൊരു പൂർണ്ണ സജ്ജമായ ഒരു വ്യോമ പ്രതിരോധം നമ്മൾ തീർക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ പ്രധാനമന്ത്രി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ചു. അത് നടപ്പാക്കുന്നതിൻ്റെ ഒരു തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യൻ രാജ്യം. അപ്പം രാജ്യത്തിന് ഒഫീഷ്യലായിട്ട് എന്താണ് നടന്നതെന്നും എന്ത് ആക്രമണം നടന്നുവെന്നും എന്ത് നഷ്ടപ്പെട്ടു എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അവർ പറയേണ്ട കാര്യമില്ല. നമ്മൾ വിജയിച്ചു എന്നും അതെങ്ങനെ വിജയിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വിശദമായിട്ട് ശത്രുവിന് എത്ര ആഘാതം കൊടുത്തു എന്നും അത് അവർ പറഞ്ഞില്ല. ആക്രമണം ഷാർപ്പായിരുന്നു. നമ്മൾ 6-ാം തീയതി രാത്രി 7-ാം തീയതി രാവിലെ നമ്മൾ അടിച്ചു. 8-ാം തീയതി 9-ാം തീയതി അവർ തിരിച്ചടിച്ചു. അതിനൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ മിലിറ്ററി ഓർഗനൈസേഷൻസിനെ ആക്രമിച്ചപ്പോഴത്തേക്കാണ് നമ്മൾ മിലിറ്ററി അറ്റാക്ക് ചെയ്തത്. അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഭീകരന്മാരെ മാത്രമായി. ഇതോടെ നമ്മുടെ ആക്രമണം നമ്മൾ പൂർത്തിയാക്കി. ഇത് ഇനിയും ക്ലോസ് ചെയ്തിട്ടില്ല. ഈ ഓപ്പറേഷൻ ഇപ്പോഴും ഇനി ഇത് ഓപ്പൺ ആണ്. ഇത് ഇതുവരെയും ക്ലോസ് ചെയ്തിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.